ഇടുക്കിയിലെ മലയോര മേഖലകളിൽ ഇതര സംസ്ഥാന വിനോദസഞ്ചാരികളുടെ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവാവുകയാണ്. മലയോര റോഡുകൾക്ക് ഒട്ടും അനുയോജ്യമല്ലാത്ത മിനി ബസ്സുകളാണ് അപകടത്തിൽപ്പെടുന്നതിൽ ഏറെയും. രൂപമാറ്റം വരുത്തി അധിക സീറ്റുകൾ ഘടിപ്പിച്ചെത്തുന്ന ഇത്തരം വാഹനങ്ങൾക്ക് ഹൈറേഞ്ചിൽ സമ്പൂർണ്ണ വിലക്കേർപ്പെടുത്തണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. അവധി ആഘോഷങ്ങൾക്കായി ഇടുക്കിയുടെ മലയോരത്തേക്ക് സഞ്ചാരികളുടെ വരവ് വർദ്ധിക്കുന്ന ഘട്ടങ്ങളിലെല്ലാം അപകടങ്ങളും ഇവിടെ പതിവ് കാഴ്ചയാണ്. തമിഴ്നാട്ടിൽ നിന്നും മറ്റുമെത്തുന്ന മിനി ബസ്സുകളാണ് ഇതിൽ ഭൂരിഭാഗവും. അപകടങ്ങളിൽ ഇതിനോടകം നിരവധി പേർക്കാണ് ജീവൻ നഷ്ടമായത്. കഴിഞ്ഞ ദിവസം കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ പെരിയ കനാലിന് സമീപം തമിഴ്നാട്ടിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾ സഞ്ചരിച്ച മിനി ടൂറിസ്റ്റ് ബസ് അപകടത്തിൽപ്പെട്ട് 2 പേർ മരിച്ചു. നിയമവിരുദ്ധമായി രൂപമാറ്റം വരുത്തി കൂടുതൽ സീറ്റുകൾ കുത്തിനിറച്ചാണ് പല മിനി ബസ്സുകളും സർവീസ് നടത്തുന്നത്. ഹൈറേഞ്ചിലെ റോഡുകളെക്കുറിച്ചുള്ള പരിചയക്കുറവും അമിത വേഗതയും കൂടിയാകുമ്പോൾ ദുരന്തത്തിന്റെ ആഴം കൂടുന്നു. ഇനി വരുന്ന മാസങ്ങളിൽ മഴയാണ്, മഞ്ഞുണ്ടാകുന്ന സമയമാണ്. ഇവിടുത്തെ ചെറിയ സൈൻ ബോർഡുകളൊന്നും അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ഡ്രൈവർമാർ ശ്രദ്ധിക്കണമെന്നില്ല. വലിയ ഡിജിറ്റൽ സൈൻ ബോർഡുകൾ ദേശീയപാത അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ട് അവർ വലിയ സൈൻ ബോർഡുകൾ മേളിലുള്ള 2 വളവുകളിൽ സ്ഥാപിച്ചാൽ മാത്രമാണ് ഇനിയുള്ള അപകടങ്ങളിൽ തടയാൻ സാധിക്കുകയുള്ളൂ. അപകട വളവുകളിൽ കൃത്യമായ മുന്നറിയിപ്പ് ബോർഡുകളും യാത്രക്കാർക്ക് ദൂരക്കാഴ്ച നൽകുന്ന വലിയ സൈൻ ബോർഡുകളും സ്ഥാപിക്കുക. മൂടൽമഞ്ഞുള്ള പ്രദേശങ്ങളിൽ രാത്രിയിലും പകലും ഒരുപോലെ തെളിയുന്ന ഡിജിറ്റൽ ബോർഡുകൾ സ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് പ്രദേശവാസികൾ ഉന്നയിക്കുന്നത്. ഇനിയൊരു ജീവൻ കൂടി ഈ മലയോര പാതയിൽ പൊലിയാതിരിക്കാൻ മോട്ടോർ വാഹന വകുപ്പും സർക്കാരും അടിയന്തരമായി ഇടപെടേണ്ടതുണ്ട്. അമൃത ന്യൂസ്, ഇടുക്കി.